നമസ്കാരം, FTV മൂവി റിവ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് ആസിഫ് അലി, വിജയരാഘവൻ, അപർണ ബാലമുരളി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത കിഷ്കിന്ധാകാന്ഡം എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ഈ ചിത്രത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കണ്ടലിൽ വെച്ച് ഏറ്റവും ഗംഭീര സിനിമാനുഭവം തന്ന ചിത്രം തന്നെയാണ് കിഷ്കിന്ധാകാന്ഡം. ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റിട്ടയർഡ് ആർമി ഓഫീസറായ അപ്പുപിള്ള, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന അപ്പുപിള്ളയുടെ മകൻ അജയ് ചന്ദ്രന്റെ ഭാര്യ അപർണ എന്നീ 3 കഥാപാത്രങ്ങളെ പ്രധാനമായും ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു മിസ്റ്ററി ത്രില്ലർ മൂഡ് നിലനിർത്തിയാണ് കിഷ്കിന്ധാകാന്ഡം എന്ന ചിത്രം കഥ പറഞ്ഞു തുടങ്ങുന്നത്. നമ്മുടെ ഇതിഹാസമായ രാമായണത്തിലെ കിഷ്കിന്ധാകാന്ഡത്തിൽ വനവാസകാലത്ത് രാമലക്ഷ്മണന്മാർക്ക് നേടേണ്ടി വന്നത് വാനരന്മാരെയാണ്. അത്തരത്തിൽ വാനരന്മാരുള്ള കാടിന്റെ പശ്ചാത്തലത്തിലാണ് ഇതിലെ കഥാപാത്രങ്ങളുടെ സംഘർഷങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിലെ ആദ്യത്തെ സീനിൽ തന്നെ പ്രധാന കോൺഫ്ലിക്റ്റിലേക്ക് കടക്കുന്നുണ്ട്. ഇതിലെ പ്രധാന കഥാപാത്രമായ അപ്പുപിള്ളയുടെ ലൈസൻസ് ഉള്ള തോക്ക് നഷ്ടപ്പെടുന്നു. തുടർന്ന് അതിന് ചുറ്റുപറ്റി നിൽക്കുന്ന നിഗൂഢതയാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. അപർണ എന്ന കഥാപാത്രത്തിന്റെ കാഴ്ചപ്പാടിലൂടെയാണ് പ്രധാനമായും പ്രേക്ഷകർക്ക് ആ നിഗൂഢത എന്താണെന്ന് മനസ്സിലാവുന്നത്. ആ ഒരു തരത്തിലാണ് ഇതിന്റെ തിരക്കഥയും സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പുപിള്ളയായി വിജയരാഘവനും അജയ് ചന്ദ്രനായി ആസിഫ് അലിയും അപർണയായി അപർണ ബാലമുരളിയും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതിലെടുത്തു പറയേണ്ടത് അപ്പുപിള്ളയെ അവതരിപ്പിച്ച വിജയരാഘവന്റെ പ്രകടനത്തെക്കുറിച്ചാണ്. വളരെ കർക്കശക്കാരനായ, നിഗൂഢത ഒളിപ്പിച്ചു വെച്ച, ഒരു പ്രത്യേകതരം ആളുകളോട് വളരെ സ്ട്രെയിഞ്ചായി പെരുമാറുന്ന, ഒരു പ്രത്യേകതരം സ്വഭാവമുള്ള, പ്രത്യേകതരം ട്രൈറ്റ്സ് ഉള്ള ഒരു കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിലാണ് വിജയരാഘവൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ അടുത്ത് കണ്ട വിജയരാഘവന്റെ പെർഫോമൻസുകളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മികച്ച പെർഫോമൻസ് തന്നെയാണ് ഈ ചിത്രത്തിലേത്. ഈ അടുത്ത് മലയാള സിനിമയിൽ വന്ന ക്യാരക്ടറൈസേഷൻസിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷൻ കൂടിയാണ് ഇതിലെ അപ്പുപിള്ള എന്ന കഥാപാത്രത്തിൻ്റെത്. അത്രത്തോളം തന്മയത്വത്തോടെ ഗംഭീരമായിട്ടാണ് വിജയരാഘവൻ ചെയ്തിരിക്കുന്നത്. സിനിമ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മളെ എൻഗേജറായിട്ട് ഇരുത്തുന്നതിൽ ഇതിലെ വിജയരാഘവന്റെ അപ്പുപിള്ള എന്ന കഥാപാത്രം ഒരു പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. സിനിമയുടെ മിസ്റ്ററി മൂഡിന് അത്രത്തോളം ചേർന്ന് നിൽക്കുന്നുണ്ട് അപ്പുപിള്ള എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടറൈസേഷൻ. ഇതിൽ അജയ് ചന്ദ്രനായി അവതരിപ്പിച്ച ആസിഫ് അലിയുടെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. ഇതിലെ അച്ഛനും മകനും തമ്മിലുള്ള ബോണ്ടിങ് ഒക്കെ വളരെ ഗംഭീരമായിട്ടാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അച്ഛനോട് വളരെ ബോണ്ടിങ് ഉള്ള, അച്ഛനോട് വളരെ സ്നേഹമുള്ള, ആർദ്രതയുള്ള അജയ് ചന്ദ്രൻ എന്ന കഥാപാത്രത്തെ വളരെ തന്മയത്വത്തോടു കൂടി തന്നെയാണ് ആസിഫ് അലി അവതരിപ്പിച്ചിരിക്കുന്നത്. അപർണ ബാലമുരളിയുടെ പെർഫോമൻസും വളരെ ഗംഭീരമായിരുന്നു. ഇതിൽ അശോകൻ, ജഗദീഷ് തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവർക്ക് വലിയ സ്ക്രീൻ സ്പേസ് ഇല്ലെങ്കിലും ഇതിൽ വരുന്ന സീനുകളൊക്കെ വളരെ ഗംഭീരമായിരുന്നു. ചില സീനുകളിൽ ജഗദീഷിന്റെ നോട്ടമൊക്കെ വളരെ മികച്ചതായിരുന്നു. ആ പോലീസ് സ്റ്റേഷൻ സീനിലൊക്കെ കിടുക്കാച്ചി നോട്ടം നോക്കുന്നുണ്ട്. അത്രത്തോളം ഷാർപ്പായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ജഗദീഷിൻ്റെതും. ഈ ചിത്രത്തിന്റെ നട്ടൽ എന്ന് പറയുന്നത് ബാഹുൽ രമേശ് എഴുതിയ തിരക്കഥ തന്നെയാണ്. ചിത്രം തുടങ്ങി ഓരോ സീനുകളും മുന്നേറുന്നതോറും ഇതിന്റെ മിസ്റ്ററി കൂട്ടി വരുന്നൊരു അവതരണ രീതിയാണ് ബാഹുൽ രമേശ് ഈ ചിത്രത്തിനായി പിന്തുടരുന്നത്. അത്രത്തോളം ഗംഭീരമായൊരു ക്യാരക്ടറൈസേഷൻ കൂടിയാണ് ഈ ചിത്രത്തിൻ്റെത്. മിസ്റ്ററി ത്രില്ലർ മൂഡിലാണ് കഥ പറയുന്നെങ്കിൽ പോലും മനുഷ്യരുടെ ഇമോഷൻസിന്, ബന്ധങ്ങളിൽ പുലർത്തുന്ന കൺസേണിനൊക്കെയാണ് ഈ ചിത്രം കൂടുതലായി പ്രാധാന്യം നൽകുന്നത്. ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും, എന്തുകൊണ്ടാണ് ഈ കഥാപാത്രത്തിന് ആ കഥാപാത്രം അത്രത്തോളം പ്രിയപ്പെട്ടതാവുന്നത്, എന്തുകൊണ്ടാണ് ആ കഥാപാത്രം മറ്റേ കഥാപാത്രത്തെ ഇത്രത്തോളം തീവ്രമായി സ്നേഹിക്കുന്നതെന്നൊന്നും ചിത്രം കഴിയുമ്പോഴും അത്രത്തോളം ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടില്ല. പക്ഷേ ഈ ചിത്രത്തിൻ്റെ ഒരു കഥാ വേൾഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ കഥാപാത്രവും മറ്റു കഥാപാത്രത്തോട് വെച്ച് പുലർത്തുന്ന ബന്ധം എന്താണെന്ന് അത്രത്തോളം കൺവിൻസിങ് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇതിൽ അജയ് ചന്ദ്രന് അച്ഛനോടുള്ള സ്നേഹം എന്തുകൊണ്ടാണ് ഇത്രത്തോളം തീവ്രമാവുന്നത് എന്നുള്ളത് ഇതിൻ്റെ ക്ലൈമാക്സ് എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. കൂടുതലായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവുന്നുള്ളതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അത്രത്തോളം മികച്ച ഗംഭീരമായിട്ടുള്ള ക്യാരക്ടറൈസേഷനാണ് ഈ ചിത്രത്തിൻ്റെത്. അതിൻ്റെ ഒപ്പം എടുത്തു പറയേണ്ടത് ദിൻജിത്തിൻ്റെ സംവിധാനമാണ്. ഇതിൻ്റെ ഒരു ജോഗ്രഫി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലും കഥാപാത്രത്തിൻ്റെ ഇമോഷൻസിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നതിലും വളരെ കൈയടക്കമുള്ളൊരു സംവിധാന മികവ് തന്നെയാണ് ദിൻജിത്ത് ഈ ചിത്രത്തിൽ ഉടനീളം വെച്ച് പുലർത്തുന്നത്. ആദ്യ ചിത്രമായ കക്ഷി അമ്മിണ പിള്ള പ്രമേയത്തിലും അവതരണത്തിലും മികച്ചു നിന്നെങ്കിലും അതിന് മുകളിലേക്ക് പോകുന്ന ഒരു അവതരണ രീതി തന്നെയാണ് ഈ ചിത്രത്തിൻ്റെത്. ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയ ബാഹുൽ രമേശ് തന്നെയാണ് ഇതിലെ ഛായാഗ്രഹണവും നിർവഹിച്ചിരിക്കുന്നത്. എഴുത്തുകാരൻ കണ്ടൊരു വേൾഡിനെ എത്രത്തോളം മനോഹരമായിട്ടാണ് ഇതിൽ ബാഹുൽ രമേശ് ദൃശ്യഭാഷ ഒരുക്കിയിരിക്കുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തിരക്കഥാകാരൻ തന്നെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് അത്യപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻറ്റൻസ് ഈ ചിത്രത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണെന്ന് തന്നെ പറയാം. പിന്നെ ഈ ചിത്രത്തിന്റെ ഒരു പ്രധാന ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മളെ പ്രതീക്ഷിക്കുന്ന തരത്തിലല്ല ഇതിന്റെ കഥാവഴികൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അത്രത്തോളം നമുക്ക് നമ്മുടെ ഇമോഷൻസിലേക്ക് വീണ്ടും തിരിച്ചു പോവാൻ,
നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്തെടുക്കാൻ, നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനൊക്കെ തോന്നുന്ന തരത്തിലാണ് ഇതിലെ ക്യാരക്ടേഴ്സിനെ വെൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അത്രത്തോളം ഈ അടുത്ത് കണ്ടതിൽ വെച്ച് നമ്മളെ വല്ലാതെ സ്പർശിക്കുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ക്യാരക്ടറൈസേഷൻസ് ആണ് ഈ ചിത്രത്തിലേത്. ഇതിലെ ഓരോ കഥാപാത്രങ്ങളുടെയും മൂളൽ പോലും, ചില നോട്ടങ്ങൾ പോലും അത്രത്തോളം ഗംഭീരമായിട്ടാണ് ഈ ചിത്രത്തിൻ്റെ തിരക്കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ അടുത്ത് കണ്ടതിൽ തന്നെ മികച്ച തിയേറ്റർ അനുഭവം തന്ന ചിത്രം തന്നെയാണ് കിഷ്കിന്ധാകാന്ഡം. ഉഗ്രൻ തിരക്കഥ, കിടിലൻ മേക്കിംഗ്, ഞെട്ടിക്കുന്ന ക്യാരക്ടറൈസേഷൻ, തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കേണ്ട ചിത്രം തന്നെയാണ് കിഷ്കിന്ധാകാന്ഡം.